ഹായ് മക്കളുമാരെ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാമോ? ഉച്ചയൂണ് ഒരുക്കാൻ പോവാണേ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ഉച്ചയൂണ് എന്നുള്ളതാണ്. ഉച്ചയൂണിൽ ഞാൻ ഒരുക്കാൻ പോകുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് എന്താണെന്ന് കാണാം. വാ, ഇച്ചിരി മീൻ, ഇത്ര മീനേ ഉള്ളൂ, ഇതിനകത്ത് മുരിങ്ങയ്ക്കൊക്കെ കൂടി. അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞതിന് ശേഷം ഇനി കാണിച്ചു തരാം. നമുക്കേ മീൻ ആദ്യം അങ്ങ് അരിക്കാം. എന്താണെന്നറിയാമോ? കറണ്ട് വല്ലതും പോയാലോ. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ചുമന്നുള്ളി, കുറച്ച് മീനല്ലേ ഉള്ളൂ, കുറച്ച് തേങ്ങ അരയ്ക്കുന്നുള്ളൂ. ഇത് പിന്നെ കരിക്ക് തേങ്ങയും കൂടെയാണ്. ബാക്കിയെല്ലാം എനിക്ക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതാണ് എടുക്കുന്നത്. നേരത്തെ കാണിച്ചത് നല്ല മധുരം. ഇതരിഞ്ഞിടാം, ഒരെണ്ണം മതി. ഇതരിഞ്ഞിട്ടതിന് ശേഷം കാണിച്ചു തരാം. അരിഞ്ഞിട്ട് മുരിങ്ങയ്ക്കൊക്കെ ഇട്ടതിന് ശേഷം, ഇത് ഇടേണ്ട സാധനങ്ങൾ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, ഞാൻ മീനകത്ത് മറ്റേ ആ സ്റ്റാർ ഫ്രൂട്ട്, ഞാനിത് ആദ്യമായിട്ട് മീനിനകത്ത് ഇടുന്നത്. പിന്നെ മുരിങ്ങയ്ക്ക, പച്ചമുളക്, ഇത്രയാണ് ഞാനത്. മീനുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ആവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, അത്രയും ഇട്ടെന്ന് വിചാരിച്ചാൽ അതിന് എരി കാണില്ല കേട്ടോ. അത് മറ്റേ കാശ്മീരി ചില്ലി. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്ര ഇട്ട് ഇളക്കാം. ഇച്ചിരി മൂക്കത്തുണ്ട്. ഓക്കെ, ഇനി ഓണാക്കാം. കണ്ടോ, ഞാൻ അരച്ച് വെച്ചിരുന്നതിനെ കലക്കി. അപ്പോൾ ഇത് തണുത്ത്, ഇത് അരപ്പ് എന്തെന്നറിയാവോ? ഇച്ചിരി തണുത്തതാണല്ലോ, അതിനകത്തോട്ടം ഒഴിക്കാം. ഇതുകൂടെ കഴുകി അതിനകത്ത് ഒഴിച്ചതിന് ശേഷം കാണിച്ചത്. ഇതെന്താണെന്നറിയാമോ? ഇത് ചുക്ക് പൊടിച്ചതാണ്. ഇച്ചിരി ചുക്കും കൂടി ഇട്ട് കൊടുക്കണം. ചുക്ക് പൊടി, ഇഞ്ചിക്ക് പകരമാണ് ഞാൻ ചുക്ക് പൊടി ഇടുന്നത്. പച്ച ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഇത് കണ്ടോ, രണ്ടുമൂന്ന് പുളിയും കൂടി ഇട്ടോണേ. മറ്റേതിന് പുളി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് കാരണം ഞാൻ തടയില്ല, നമുക്ക് ഇച്ചിരി പുളി വേണം. ഉണ്ട്, കുടംപുളി. ഇനി ഉപ്പും കൂടി ഇടണം. ഉപ്പ്. അപ്പോൾ ഇനി അടപ്പ വയ്ക്കാം. അപ്പോൾ ഇനി അടച്ചു വെക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. അടുത്തന്നെ നമുക്ക് നമ്മുടെ അവിയലിനുള്ളതൊക്കെ അരിയാം. ഓക്കെ, അവിയലിൻ്റെ കഷ്ണമൊക്കെ ഞാൻ അരിഞ്ഞു ചട്ടി വരിയിടാവേ. വെള്ളം കൂടെ ഒഴിച്ച് അടപ്പ വെച്ച് വേവിക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം. ഇനി അതിനെ വേവിക്കാം. പച്ചക്കറി വേകുമ്പോഴത്തേനെ, അവിയലിന് വേകുമ്പോഴത്തേനെ നമുക്ക് ഈ ക്യാബേജും ഈ ക്യാരറ്റ് എല്ലാം കൂടെ അരിഞ്ഞ് തോരനരിയാം. ഓക്കെ, നമ്മുടെ മീൻ വെന്ത് നോക്കാം. മീൻ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. അതവിടെ നിന്ന് വറ്റിക്കോളും. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ എന്തായെന്ന് നോക്കാവേ. അതായിട്ടില്ല, കുറച്ചുകൂടെ ആവണം. ഞാനേ ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്. ക്യാബേജിനകത്ത് ഞാൻ അരിഞ്ഞതെന്ന് പറഞ്ഞാൽ പച്ചമുളക്, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ സവാള, സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, സ്വല്പം ചുക്കുപൊടി. ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ചുക്കുപൊടി ചേർത്തത്. ചുക്ക് ഞാനങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇഞ്ചിക്ക് വരെ ഞാൻ അതാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പിടി തേങ്ങ. ഇതെല്ലാം കൂടെ ഇളക്കും. നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് ഇതേ വണ്ണം വെച്ചിരിക്കും. അതിന് ശേഷമാണ് ഞാൻ വെക്കാനായിട്ട് ചീനിച്ചട്ടി അടപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഒരു പിടി ഉഴുന്നിടും. കണ്ടോ, ഈ ഒരു പിടി ഉഴുന്ന് ഇതേവണ്ണം ഇട്ട് അതിനെ നന്നായിട്ട് മൂപ്പിക്കും. അത് മൂത്ത് വരുമ്പോഴത്തേനെ അതിനൊരു കളറ് വരും. കണ്ടോ, കളറ് മാറി വരുന്നു. കളർ വന്നു ഈ പരുവാകുമ്പോഴത്തേക്കും എന്നറിയാമോ, ഒരു കറിവേപ്പില, ഒരു വറ്റൽമുളക് ഉണ്ട്, അതൊക്കെ ഇടാം. ഇട്ടതിന് ശേഷം നമ്മൾ തട്ടി വെച്ചിരിക്കുന്നത് ഇളക്കി വെച്ചിട്ടില്ലേ, അതിനകത്തോട്ട് തട്ടി കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് നന്നായിട്ട് എല്ലായിടും ആ ഉഴുന്നൊക്കെ എല്ലായിടും പറ്റിയതിന് ശേഷം, ആ എണ്ണ ഉഴുന്നൊക്കെ എല്ലായിടും പറ്റിയതിന് ശേഷം പിന്നെ തട്ടിപ്പൊത്തി ഇതേ ഉണങ്ങ് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. ചെറിയ തീയിലാണ് വെക്കണ്ടേ. കണ്ട, അവിയലിൻ്റെ അരപ്പ് ഞാൻ ഇട്ടേ.
ഒരു 5 മിനിറ്റ് ഇനി അത് ഇരിക്കട്ടെ. അരപ്പ് എല്ലാത്തിനും മൂത്ത് പിടിച്ച് ശേഷം നമുക്ക് തുറന്ന് അതിനകത്തോട്ട് തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ച് ഉപ്പും പാകത്തിനിട്ട് അതിന് ശേഷം ഗ്യാസ് ഓഫാക്കണം. എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിൽ പിച്ചിടണം. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചു വെക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ തോര എന്തായാലും നോക്കാം. നമ്മുടെ തോരനായിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ട തോരൻ ഉണ്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണെന്ന് പറയുന്നത് ചോറ്, മോരുകറി, അവിയൽ, ക്യാരറ്റും ഇതുകൊണ്ടിട്ട് തോരന്, മീൻകറി. അപ്പോൾ എല്ലാവരും പോയി കഴിച്ചോളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.